നമസ്കാരം. ലവ് ജിഹാദ് പരാതിയുമായി ഉത്തർപ്രദേശ് സ്വദേശിനിയായ യുവതി. ലക്നൌ ഖുറം നഗർ സ്വദേശിനിയായ 25 വയസ്സുകാരിയായ യുവതിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുള്ളത്. ഇന്ദിരാനഗർ സ്വദേശിയായ സൽമാൻ എന്ന യുവാവിനെതിരെയാണ് പരാതി. ഇയാൾ ഹിന്ദുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് താനുമായി പ്രണയത്തിലാവുകയും വിവാഹശേഷം സുഹൃത്തിന് കാഴ്ചവെക്കുകയും ചെയ്തു എന്നാണ് യുവതി പരാതി നൽകിയിട്ടുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മുതൽ പരാതിക്കാരിയായ യുവതി പ്രതിയായ യുവാവുമായി അടുപ്പത്തിലായിരുന്നു. രാകേഷ് എന്ന പേരിലാണ് ഇയാൾ യുവതിയെ പരിചയപ്പെട്ടിരുന്നത്. താൻ ഹിന്ദു മതസ്ഥനാണെന്നായിരുന്നു ഇയാൾ അറിയിച്ചിരുന്നത്. തുടർന്ന് വിവാഹശേഷം ഇയാൾ തന്റെ സുഹൃത്തായ അസീം ഖാൻ എന്ന യുവാവിന് പെൺകുട്ടിയെ കാഴ്ചവെക്കുകയായിരുന്നു. രാകേഷ് എന്ന പേരിൽ വന്നത് സൽമാൻ എന്ന യുവാവാണെന്ന് വിവാഹശേഷമാണ് പെൺകുട്ടി തിരിച്ചറിയുന്നത്. എന്നാൽ പിന്നീട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത സ്ഥിതിയായതിനാൽ യുവതി ഇയാളുമായുള്ള ബന്ധത്തിൽ തുടരുകയായിരുന്നു. ഇതിനിടെയാണ് ഭർത്താവിന്റെ പിന്തുണയോടെ സുഹൃത്ത് അസീം ഖാൻ യുവതിയെ ബലാത്സംഗം ചെയ്തത്. സൽമാനെതിരെയും അസീം ഖാനെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവതി പരാതി നൽകിയിട്ടുള്ളത്. അതേസമയം ഹിന്ദുക്കളോടുള്ള ഇത്തരം ക്രൂരതകൾ ഇതാദ്യമായിട്ടല്ല നടക്കുന്നത്. കുട്ടികളോട് പോലും ക്രൂരത കാണിക്കുന്ന പ്രവണതയാണ് ഇവർക്കുള്ളത്. ഈയിടെ ഹിന്ദു വിദ്യാർത്ഥികളെ ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചതിൽ മണിപ്പൂരി കുക്കി വിദ്യാർത്ഥികളെ കാർമൽ മിഷണറി സ്കൂൾ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇങ്ങനെ തുടങ്ങി നിരവധി ക്രൂരതകളാണ് ദിനംപ്രതി ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാകുന്നത്. മധ്യപ്രദേശിലെ ഷാജപൂരിൽ ഹിന്ദു പെൺകുട്ടിയെ ബന്ദിയാക്കി ബലാത്സംഗം ചെയ്തതായും ഈയിടെ പരാതി ഉയർന്നിരുന്നു. ഷാജപൂർ ജില്ലയിലെ കോഡിയിലായിരുന്നു സംഭവം. എന്നാൽ ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഹിന്ദു സംഘടനകൾ ശക്തമായി പ്രതികരിക്കുന്നുമുണ്ട്. നേരത്തെ പ്രായപൂർത്തിയാകാത്തവരും പാവപ്പെട്ടവരുമായ ഹിന്ദു പെൺകുട്ടികളെ പ്രണയക്കിണിയിലാക്കി മതം മാറ്റുന്നവർക്കെതിരെ പല ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ജൗൻസർ ബാവർ ഗോത്രവർഗ മേഖലയിൽ നിരവധി പാവപ്പെട്ട പെൺകുട്ടികളെ പ്രണയക്കിണിയിൽ കുടുക്കി ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണ്. ഇതിനെതിരെയും ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധം ശക്തമാണ്. പച്ചൌട്ടൂൺ പ്രദേശത്ത് മാത്രം 43 ലവ് ജിഹാദ് കേസുകൾ വന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. മുസ്ലിം യുവാക്കൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ ഇരകളാക്കുകയാണെന്നാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷനും ചൂണ്ടിക്കാണിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.